എല്ലാ കൂട്ടുകാർക്കും ലത സിജു വേൾഡിൻ്റെ ഒരു പുതിയ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നലെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ സാധിച്ചില്ല. കാരണം ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഫോണിലാണ്. അപ്പോൾ ഫോണിന് ചെറിയൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു ഇന്നലെ. അതുകൊണ്ട് ആ ഭാഗം ഇന്നാണ് അപ്ലോഡ് ചെയ്യുന്നത്. ഓക്കെ കൂട്ടുകാരെ, നമ്മൾ കഴിഞ്ഞ ദിവസം ബോയിലിംഗ് പോട്ട് വരെയാണ് പറഞ്ഞു നിർത്തിയത്. അതായത് തിളച്ച് മറിയുന്ന വെള്ളത്തെക്കുറിച്ചും അതെന്ന് പറഞ്ഞാൽ ആ തിളച്ച ചൂട് കൊണ്ട് തിളയ്ക്കുന്ന ആ അർത്ഥമല്ല. ഇങ്ങനെ വെള്ളം ഇങ്ങനെ ശക്തിയായിട്ട് പതിച്ചിട്ട് ഇങ്ങനെ നുരയും പതയും പോലത്തെ വെള്ളച്ചാട്ടം അടുത്തുനിന്ന് കണ്ടാൽ ആസ്വദിക്കുമ്പോൾ നിങ്ങൾക്കറിയാം അത് ഇങ്ങനെ പതഞ്ഞ് നിൽക്കും, പാല് പോലുള്ള. അപ്പോൾ അതാവാം അങ്ങനെ പറയാനുള്ള കാരണം. അപ്പോൾ അവിടെ വരെയാണ് ഇന്നലെ പറഞ്ഞ് നിർത്തിയത്. അപ്പോൾ അങ്ങനെ ഒഴുകി വരുന്ന വെള്ളച്ചാട്ടത്തിൽ ഇവിടെ വളരെ എന്താ പറയുക, വെള്ളച്ചാട്ടത്തെ എന്തോ ഒരു ഇതായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. വീഴ്ച പറ്റിയ സാംബസി നദി തല ചുറ്റലോടെ വായിൽ നുരപിണ്ഡവുമായി കിടന്നു മുരളുന്നു. ആ ജലപാതത്തിൻ്റെ ശക്തിയും അതിൽ നിന്നുണ്ടാകുന്ന ശബ്ദവും പിന്നെ ഇങ്ങനെ ഉയരത്തിൽ നിന്ന് താഴേക്ക് വീഴുമ്പോഴുള്ള വെള്ളത്തിൻ്റെ പത ഇങ്ങനെ ശക്തിയായിട്ട് ഒഴുകി വരുമ്പോൾ പതയും ഇതെല്ലാം കണ്ടുകൊണ്ടാണ് ഈ രീതിയിൽ വർണ്ണിച്ചിരിക്കുന്നത്. സാംബസി നദി തലചുറ്റലോടെ വായിൽ നുരപിണ്ഡവുമായി കിടന്നു മുരളുന്നു. മനസ്സിലായില്ലേ? മുരളുക എന്ന് പറയുമ്പോൾ ശബ്ദം ഉണ്ടാക്കുക എന്നത് ഈ ജലപാതത്തിൻ്റെ ശക്തിയിലുണ്ടാകുന്ന ശബ്ദമാണ്. എങ്ങോട്ട് നീങ്ങണമെന്നറിയാതെ വിരളുന്നു. ഒടുവിൽ മെല്ലെ ഒരു നാഗത്തെ പോലെ മുന്നിൽ കണ്ട അളയിലേക്ക് ഇഴഞ്ഞു പോകുകയും ചെയ്തു. അതാ പാറയിടുക്കിലേക്ക് ഒലിച്ചു പോകുന്നൊരു സമതല കൊട്ടത്തളം എന്നൊക്കെ പറഞ്ഞിട്ടില്ല. അതൊരു പഴയ ഈ നമ്പൂതിരിമാരുടെയൊക്കെ അകത്തളം, വീടിൻ്റെ നാലുകെട്ട് ഒക്കെ ഇല്ലേ, നാലുകെട്ടിൻ്റെയൊക്കെ അകത്തളത്തൊരു പ്രത്യേക ഭാഗമുണ്ട്, ഒരു കൊട്ടത്തളം എന്ന് പറയുന്നത്. അത് എങ്ങനെ വിശദീകരിക്കുക എനിക്കറിയില്ല. അവിടെ ഒരു കുഴി പോലെ അവർക്ക് എന്തോ അവരുടേതായ ചില ആചാരങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാവാം. അപ്പോൾ ആ കൊട്ടത്തളം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെ സമതല പ്രദേശത്ത് ഇങ്ങനെ കുറച്ച് വെള്ളം ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ ആ വെള്ളം ഇങ്ങനെ ശക്തിയായിട്ട് എങ്ങോട്ട് പോകണമെന്നറിയാതെ, അതൊക്കെ വളരെ ആലങ്കാരിക ഭാഷയാണ്. പിന്നെ നമ്മളത് പഠിച്ചിട്ടുണ്ട്. പാറക്കെട്ടിന് ഇടയിലേക്ക് ഒലിച്ചു പോകുന്നതായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ അതിൻ്റെ ഒഴുക്കിനെയാണ് ഇവിടെ വളരെ രസകരമായിട്ട് വിവരിച്ചിരിക്കുന്നത്. ഒരു പാമ്പെന്ന പോലെ ഇഴഞ്ഞു പോകുന്നു. വാസ്തവം പറഞ്ഞാൽ വിക്ടോറിയ വെള്ളച്ചാട്ടം അത്ഭുതമല്ല, മറ്റെന്തോ ഒരു രസമാണ്. ചിലപ്പോൾ ഭീകരമായ ഒരു രസമാവാം, അല്ലെങ്കിൽ വളരെ എന്താ പറയുക, തമാശ ജനിപ്പിക്കുന്ന എന്താവാം, അതല്ലെങ്കിൽ ഒരു അത്ഭുതം, അങ്ങനെ ഏത് ഭാവമാണെന്ന് പറയാൻ പറ്റില്ല. അവിടെയെല്ലാം ഒരിക്കൽ ചുറ്റി നടന്നുകൊണ്ട് വിക്ടോറിയ വെള്ളച്ചാട്ടത്തിൻ്റെ ഭാഷ നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയുമോ എന്നും സംശയമാണ്. ഒരു പ്രാവശ്യമൊന്നും പോയിട്ടല്ല. എങ്ങനെ പോയാലും എന്താണ് വിക്ടോറിയ വെള്ളച്ചാട്ടം അല്ലെങ്കിൽ സാംബസി നദിയുടെ ഈ രൂപാന്തരണം, എന്താണ് അതിൻ്റെ ഭാഷ എന്ന് ഇപ്പോഴും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് അദ്ദേഹത്തിൻ്റെതായ ഭാഷയിൽ എഴുത്തുകാരൻ നമ്മളോട് പറയുന്ന എസ്.കെ. പൊറ്റക്കാട് നമ്മളോട് വിശദമാക്കുന്ന കാര്യം, അദ്ദേഹം ഒരുപാട് നാടുകൾ ചുറ്റിയിട്ടാണല്ലോ നമുക്ക് ശ്രേഷ്ഠങ്ങളായ ഈ സഞ്ചാര സാഹിത്യങ്ങൾ നമുക്ക് തന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അവിടെയെല്ലാം ഒരിക്കൽ ചുറ്റി നടന്നുകൊണ്ട് ഒരു പ്രാവശ്യമൊന്നും പോയാൽ ഈ വിക്ടോറിയ വെള്ളച്ചാട്ടം എന്ന അതിശയം നമുക്ക് മനസ്സിലാവില്ല. അതുതന്നെ 4 ജലപാതങ്ങളും കൂടെ ചേർന്ന് ഈ വെള്ളച്ചാട്ടം 4ആയി വിഭജിച്ച് പിന്നെ അത് അഴയൊഴുകി ഒരു സമതലത്തിലെത്തി, അവിടുന്ന് പിന്നെ അങ്ങനെ ഒരുപാട് സംഭവമാണത്. അതിൻ്റെ ഭാഷ നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയുമോ എന്ന് സംശയമാണ് എന്നൊരു ഭാവിയിൽ നിങ്ങൾക്കും ഇവിടെയൊക്കെ പോയി കാണാം അല്ലേ. റൊഡേഷ്യ എന്നൊക്കെ പറഞ്ഞ സ്ഥലത്ത് നിങ്ങൾക്കും പോയി ഇതിനെ അടുത്ത് കാണാം, അല്ലെങ്കിൽ ആഫ്രിക്കയിൽ പോവാം, വിക്ടോറിയ വെള്ളച്ചാട്ടം കാണാനൊക്കെ നിങ്ങൾക്കും ഇടയാവട്ടെ എന്ന് പറയുകയാണ്. അങ്ങനെ പോകുന്ന ഒരവസരത്തിൽ 6ാം ക്ലാസ്സിൽ ഞങ്ങൾ ഇതുപോലെ ഈ വെള്ളച്ചാട്ടത്തെക്കുറിച്ച് പഠിച്ചിരുന്നു എന്നുകൂടി നമുക്ക് ഒരു ഓർമ്മപ്പെടുത്തലും ആവാം. അപ്പം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഓർത്തിരുന്നാൽ ഇവിടെ എസ്.കെ. പൊറ്റക്കാടിൻ്റെ കാപ്പിരികളുടെ നാട്ടിൽ എന്ന സഞ്ചാര സാഹിത്യത്തിൻ്റെ ഒരു ഭാഗമാണ്. കുട്ടികൾക്കെല്ലാം മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. സംശയങ്ങൾ അറിയിക്കണേ. അടുത്തത് നമുക്ക് പഠന പ്രവർത്തനങ്ങളാണ്. ഇവിടെ ആദ്യത്തെ തന്നെ പഠന പ്രവർത്തനം വായിക്കാൻ പറയാം. ഇപ്പം തന്നെ നമ്മുടെ പരീക്ഷാ സമ്പ്രദായത്തിൽ ഒരു പാരഗ്രാഫ് തന്നിട്ട് അതിൽ നിന്നും പിന്നെ സൂചിപ്പിച്ചിരിക്കുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പോൾ അത് തന്നെ വായനയിൽ കൂടിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ. ആ പാരഗ്രാഫ് നമ്മൾ 1-2 ആവർത്തി വായിച്ചതിന് ശേഷമാണ് നമുക്ക് ചില ചോദ്യങ്ങൾ ഡയറക്റ്റ് ആയിരിക്കില്ല, ഇൻഡയറക്റ്റ് ആയിരിക്കും. അപ്പോൾ അത് മനസ്സിലാക്കണമെങ്കിൽ നല്ലപോലെ വായിച്ചതിൻ്റെ ആശയം മനസ്സിലാക്കിയെങ്കിലേ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ഈ പാഠം നന്നായിട്ട് വായിച്ചിട്ട് അതിൻ്റെ ചോദ്യോത്തരങ്ങൾ പിന്നെ എഴുതുക എന്നുള്ളതാണ് ഒരു പ്രവർത്തനം. അത് നമുക്ക് വീഡിയോയിൽ തരുന്നതായിരിക്കും ചോദ്യോത്തരം. വായിക്കാം,
പറയാം എന്ന ഭാഗത്താണ് പിന്നെ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സ് നിങ്ങൾ കണ്ടെത്തി എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. തീവണ്ടി യാത്രക്കിടയിലെ അനുഭവം എന്തായിരുന്നു? അപ്പം അങ്ങനെ നമുക്ക് സാധ്യമാകും. നമുക്ക് കിട്ടേണ്ട ചോദ്യങ്ങൾ നമ്മൾ വായിച്ചാൽ തന്നെ നമുക്ക് ക്വസ്റ്റ്യൻസ് ഏതാണ്ടൊക്കെ ഏകദേശമൊക്കെ ഇരുവരും കിട്ടുമല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് ചോദ്യങ്ങളും ഉത്തരങ്ങളും തയ്യാറാക്കുക. അപ്പോൾ കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളും ഇവിടെ തന്നിട്ടുണ്ട്. ബാക്കി ബാക്കി പഠന പ്രവർത്തനങ്ങളുമായിട്ട് അതായത് വർണ്ണനയുടെ ഭംഗി, എഴുത്തുകാരൻ്റെ മനസ്സിലൂടെ എന്നൊക്കെ പറഞ്ഞ് കുറേ പ്രവർത്തനങ്ങളുണ്ട്. ആ പ്രവർത്തനങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വരാം. ഇവിടെ വീഡിയോയ്ക്ക് അല്ലെങ്കിൽ ലെങ്ത്ത് കൂടിപ്പോവും. ഇതിപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന കുറച്ച് ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ, അതിൻ്റെ ഉത്തരങ്ങളും ഉണ്ട്. അപ്പം ബാക്കി നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ. ഒന്ന് ശ്രമിച്ച് കൂട്ടുകാരെ കഴിഞ്ഞ